1989 ഇടുക്കി ഹൈറേഞ്ചിലെ കർഷകർക്ക് ഗുണനിലവാരമുള്ള ജൈവവളങ്ങളും കീടനിയന്ത്രണത്തിനായുള്ള ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ PMCS അഥവാ പീരുമേട് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിതമാകുന്നത്. കൃഷിയിടങ്ങളിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തിക്കുന്ന ഗുണനിലവാരമില്ലാത്ത വളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം കുറച്ച് ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് PMCS നടത്തുന്നത്. ഏലം ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ കർഷകർക്ക് മാന്യമായ വില നൽകി സംഭരിച്ച് വിളകൾ കരിഞ്ചന്തയിൽ വിറ്റഴിക്കുന്ന പ്രവണത കുറയ്ക്കാനും PMCSനായി 50-ലധികം തൊഴിലാളികളുമായി സംസ്ഥാനം മുഴുവൻ വിപണി കണ്ടെത്താനുള്ള കുതിപ്പിലാണ് PMCS. കർഷകർക്ക് വേണ്ടിയിട്ട് ഉണ്ടായ ഒരു സൊസൈറ്റിയാണ് പീരുമേട് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അതിൽ നമ്മൾ പ്രധാനമായിട്ടും അവർക്ക് വേണ്ടുന്ന അവർക്ക് ആരോഗ്യത്തിനും ചെടികളുടെ ആരോഗ്യത്തിനും ദൂഷ്യമില്ലാത്ത വളങ്ങളും ജീവാണു കീടനാശിനികളുമാണ് നമ്മളിവിടെ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നത്. രാസവളങ്ങൾ ഉപേക്ഷിച്ച് PMCSന്റെ ജൈവവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുന്ന കർഷകരും നല്ല വിളവ് ലഭിക്കുന്നതിനാൽ സംതൃപ്തരാണ്. വെരി ബിഗിനിങ്ങിൽ PMCS തുടങ്ങിയ സമയം മുതൽ ഇവരുടെ വേപ്പും പിണ്ണാക്കും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. നല്ല റിസൾട്ടായിരുന്നു. ക്വാളിറ്റിയുടെ കാര്യത്തിൽ അവർ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് സയൻറ്റിസ്റ്റ് ഉണ്ട്, ടെസ്റ്റ് നടത്താനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അവരവിടെ ലാബിൽ പ്രൂവ് ചെയ്തിട്ടാണ് ഈ സാധനങ്ങളെല്ലാം കൊടുക്കുന്നത്. PMCSന്റെ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നത് അന്തർ സംസ്ഥാന വളം ലോബിയുടെ ഇടപെടലാണ്. ഗുണനിലവാരം കുറച്ച് വില കുറഞ്ഞ വളങ്ങളും കീടനാശിനികളും വിപണിയിലെത്തിച്ച് കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. PMCS പോലെ സഹകരണ മേഖലയിലെ വിശ്വാസ്യതയുള്ള സ്ഥാപനങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ ഉടനടി സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്ഷ്യവസ്തുക്കളിലേതുപോലെ നമ്മുടെ കൃഷിയിടങ്ങളിലെ വിളകളിലും വിഷം പുരളും. മാതൃഭൂമി ന്യൂസ്, കുമളി.